വെള്ളിയാഴ്ചകളിൽ അസം നിയമസഭയിൽ ഇനി ബ്രേക്കില്ല. മന്ത്രിസഭ അത് തീരുമാനിച്ചു കഴിഞ്ഞു. സത്യത്തിൽ ഇത് ഒരു മതത്തിന് മേലുള്ള കടന്നുകയറ്റമല്ലേ? എവിടുന്ന്? അത് അനാവശ്യ. കാരണം ഇന്ത്യയിൽ ഒരു നിയമസഭയിലും അങ്ങനെ വെള്ളിയാഴ്ച ബ്രേക്കില്ല. ഞാൻ കുറേ കാലം നിയമസഭയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അസമിൽ 88 വർഷമായിട്ട് അസമിലൊരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന കാലത്ത് ചെയ്തു വെച്ച ഒരു ജനാധിപത്യ വിരുദ്ധവും മതേതര വിരുദ്ധവുമായിട്ടുള്ളൊരു പണിയാണ് ഈ വെള്ളിയാഴ്ച മുതൽ നടപ്പാക്കി. കഴിഞ്ഞ ഓഗസ്റ്റിൽ 2024 ഓഗസ്റ്റിൽ ഈ തീരുമാനം എടുത്തിരുന്നു. തീരുമാനമൊക്കെ എടുത്തത് ഏകകണ്ഠമായിട്ടാണ്. ഇങ്ങനെ, അതായത് ഈ വെള്ളിയാഴ്ച നമസിന് മുസ്ലിങ്ങൾ പോയി കഴിഞ്ഞാൽ 2 മണിക്കൂർ ആണ് ബ്രേക്ക്. അതുവരെ ഈ നിയമസഭ സമ്മേളിക്കില്ല. ബാക്കിയുള്ളവർ കാത്തു നിൽക്കണം ഇവർ തിരിച്ചു വരുന്നത് വരെ. അങ്ങനെയാണ് അവിടെ ഈ ബ്രേക്ക് എന്ന് പറഞ്ഞ സംഗതി നടന്നുകൊണ്ടിരുന്നത്. അതിപ്പോൾ ഈ വെള്ളിയാഴ്ച മുതൽ നടക്കുന്നതല്ല. ഇത് ആഗോള ഈ ഇസ്ലാമിക ചില സൈറ്റുകൾ, സംഘടനകൾ, വ്യക്തികൾ ഒക്കെ ഇതിനെതിരെ എഴുതിയതായിട്ടൊക്കെ അന്ന് ഓഗസ്റ്റ് മുതൽ തന്നെ എഴുതുന്നൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പിന്നെ നടപ്പാക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ രീതി. അപ്പോൾ മുസ്ലിം MLA-മാർക്ക് മാത്രമാണ് ഈ ബ്രേക്ക് ബാധകമായിരുന്നു. അവർ നമസ്സിന് പോവുകയാണ്. അവിടെ ഇപ്പം 31 മുസ്ലിം MLA-മാരാണ് അസം നിയമസഭയിലുള്ളത്. 2 മണിക്കൂർ ആണ് ബ്രേക്ക്. ഇത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വത്തിന് നിരക്കുന്നതല്ല എന്ന് മന്ത്രിസഭ വിലയിരുത്തി. ഹിമന്ത് ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ. കാരണം ഇന്ത്യയുടെ ഭരണഘടനയിൽ മതപരമായി, ഇപ്പോൾ സംവരണം തന്നെ മതപരമായിട്ടല്ലല്ലോ. മതവും ഭരണകൂടവും രണ്ടായി നിലകൊള്ളുക എന്നുള്ളതാണ് കാണുന്നത്. അല്ലാതെ മതത്തിനെയും കൂടി ചേർക്കുക എന്നുള്ളതല്ല. എല്ലാ വിശ്വാസങ്ങളെയും സംരക്ഷിക്കുക, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതൊരു കൊളോണിയൽ വിഴുപ്പ് അല്ലേ? കോളനികൾ നമുക്ക് തന്ന വിഴുപ്പായിട്ടാണ് കണ്ടത്. കാരണം 1937 എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് അന്ന് ഈ സംസ്ഥാനത്ത് ഉള്ള ആളുകളെ മുഖ്യമന്ത്രി എന്നല്ല പറയുക, പ്രധാനമന്ത്രി എന്നാണ് പറയുന്നത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് അത് ഈ ഷഹീദ് സുഹ്റവർദി എന്ന് പറഞ്ഞൊരാൾ ബംഗാളിലും ഇതുപോലെ പ്രധാനമന്ത്രി ഒക്കെ ആയിരുന്നു. അന്ന് പട്ടംതാണ പിള്ളയോ മറ്റോ ഒരിക്കൽ പ്രധാനമന്ത്രി ആയിരുന്നു എന്ന് തോന്നുന്നു തിരുവിതാംകൂറിൽ. അന്ന് പ്രധാനമന്ത്രി എന്നാണ് പറയുക. അപ്പോൾ 1937 അവിടെ അസമിൽ പ്രധാനമന്ത്രിയായിരുന്ന സയ്യദ് മുഹമ്മദ് സാദുള്ള, മുസ്ലിം ലീഗിൻ്റെ മറ്റേ പ്രധാനമന്ത്രി. മുസ്ലിങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. 40% ജനസംഖ്യയിലും മുസ്ലിങ്ങളുള്ള സ്ഥലമാണ് അസം. അപ്പോൾ 1937 സയ്യദ് മുഹമ്മദ് സാദുള്ള അവിടുത്തെ മുഖ്യമന്ത്രി, അന്ന് പ്രധാനമന്ത്രി എന്ന് പറയും. അങ്ങേർക്ക് ഉച്ചയ്ക്ക് നിസ്കരിക്കാൻ പോകണം. എന്നാൽ പിന്നെ മൊത്തത്തിൽ നിയമസഭയ്ക്ക് ബ്രേക്ക് ഇരിക്കട്ടെ എന്ന് തീരുമാനിച്ചതാണ്. ഇപ്പോൾ സാദുള്ളയ്ക്ക് പകരം വേറൊരു ശർമ്മയോ ഗൊഗോയോ മറ്റോ ആയിരുന്നു അവിടെയെങ്കിൽ ഈ പൊല്ലാപ്പ് വരില്ലായിരുന്നു. വേറൊരു സ്ഥലത്തും വന്നില്ലല്ലോ. ഇവിടെ ബംഗാളിൽ പോലും വന്നില്ല. ബംഗാളിൽ ഈ പറഞ്ഞ പോലെ ഷഹീദ് സുഹ്റവർദിയൊക്കെ ഉണ്ടായിട്ട് പോലും അവിടെ ഇത് ചെയ്തില്ല. ബംഗാൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിഭജനമൊക്കെ 1905 മുതൽ തന്നെ വിഭജനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാണുന്ന സ്ഥലമാണ്. അവിടെ അങ്ങനൊരു സംഗതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. കൽക്കട്ടയിലാണ് കുറേ ഹിന്ദു ഭൂരിപക്ഷമൊക്കെ ഉണ്ടായിരുന്നത്. ബാക്കി പല സ്ഥലത്തുമൊക്കെ മുസ്ലിങ്ങൾ വളരെ കൂടുതലായിരുന്നു. അങ്ങനെയാണല്ലോ വിഭജിച്ച് തന്നെ പോകുന്നത്. ബംഗാൾ വിഭജനം എന്ന് പറഞ്ഞ സംഭവമൊക്കെ അവിടെ ഉണ്ടായത്. അപ്പോൾ ഈ ബജറ്റ് സമ്മേളനത്തിൽ ഇത് നടപ്പാക്കി. 2023 ഓഗസ്റ്റിൽ റൂൾസ് കമ്മിറ്റി തീരുമാനിച്ചതാണ് ഇത് വേണ്ട എന്ന് വെക്കാം. കൊളോണിയൽ വിഴുപ്പാണ്, വേണ്ട എന്ന് വെക്കാം. അപ്പോൾ കൊളോണിയൽ രീതികൾ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണെന്ന് ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞു. നിയമസഭ എല്ലാ ദിവസവും എല്ലാവർക്കും ഒരുപോലെ എന്നുള്ള മട്ടിൽ നടന്നു പോകും, ബ്രേക്കൊന്നുമില്ലാതെ. വെള്ളിയാഴ്ചയും അങ്ങനെ തന്നെ നടക്കും. ഇതിന് ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് AIUDF എന്ന് പറഞ്ഞിട്ടൊരു മുസ്ലിം പാർട്ടി ഉണ്ട് അവിടുത്തെ 3ാമത്തെ പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഒരു MLA റഫീഖുൽ ഇസ്ലാം
ആളുകൾ ചെന്ന് ചോദിക്കുമ്പോഴൊക്കെ ഇത് തെറ്റായിപ്പോയി എന്ന് ഒരു MLA മാത്രം പറയുന്നുണ്ട്, വേറെ ആരും പറയുന്നില്ല. 30 MLA-മാർക്കും എതിർപ്പുണ്ടെന്ന് അയാൾ അവകാശപ്പെടുന്നുണ്ട്. ആ 30 MLA-മാർക്ക് ആ അഭിപ്രായമില്ല, ഇയാൾക്കൊരാൾക്ക് ആ അഭിപ്രായമുണ്ട്. കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് പോലും ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. കാരണം റൂൾസ് കമ്മിറ്റിയിൽ അദ്ദേഹം അനുകൂലിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു എന്താണെന്നറിയോ? കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് ദേബബ്രത സൈക്കിയ പറഞ്ഞത്, പ്രാർത്ഥനയ്ക്കായി വേണ്ടിയിട്ടാണ് പ്രധാന ചർച്ചകളൊക്കെ ഇങ്ങനെ ഒഴിവാക്കിയിരുന്നത്. അത് ശരിയല്ല. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് പ്രധാന ചർച്ചകൾ നിർത്തിവെക്കുന്നത് ശരിയല്ല. ഇവിടെ തന്നെ ഒരു പ്രാർത്ഥനാ മുറി ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഏത് നിയമസഭയുടെ അകത്തെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യം ഏർപ്പെടുത്തിയാൽ നന്നായിരിക്കും എന്നും കോൺഗ്രസ് പ്രതിപക്ഷ നേതാവിനൊരു അഭിപ്രായമുണ്ട്. സ്പീക്കർ ബിശ്വജിത്ത് ദൈമാറി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ മതേതരത്വം നിയമസഭയിൽ ഇപ്പോഴാണ് പ്രതിഫലിക്കുന്നത്. 20 ഇത്രയും കൊല്ലം ഭരണഘടനയിൽ മതത്തെ നിയമസഭയുടെ നടപടികളുടെ ഭാഗമായിട്ട് പെടുത്തിയിട്ടില്ല. നിയമസഭാ നടപടികളുടെ ഭാഗമാണ് മതം എന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പാസ്സാക്കിയത് ഏകകണ്ഠമായിട്ടാണ് എന്ന് സ്പീക്കർ പറഞ്ഞു. ഇന്ത്യയിൽ ആകെ മുസ്ലിങ്ങളുടെ എണ്ണം 14.2% സെൻസസ് അനുസരിച്ചിട്ട്. സെൻസസ് നടന്നിട്ട് കുറെ കാലമായല്ലോ. ഇനി വരുമ്പോൾ കുറച്ചുകൂടി കൂടി എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. 18-20% 20 കോടി മുസ്ലിങ്ങൾ ഉണ്ട്. അസമിൽ 40%. 126 നിയമസഭാ അംഗങ്ങളാണുള്ളത്. അതിൽ 31 പേര് മുസ്ലിങ്ങളാണ്. അപ്പോൾ ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തിഹാദ് വക്താവ് വാരിസ് പത്താൻ എവിടെ എന്ത് മുസ്ലിം വിരുദ്ധമാണെന്ന് തോന്നിയാലും പ്രതികരിക്കുന്ന ഒരാളാണ് ദേശീയ ചാനലുകളിൽ. അങ്ങേര് പറഞ്ഞത് മുസ്ലിങ്ങൾക്കെതിരായ യുദ്ധപ്രഖ്യാപനമാണ് എന്നാണ്. യുദ്ധപ്രഖ്യാപനം? ഇത് ഇങ്ങനെ ബ്രേക്ക് നിർത്തിയത്. മുസ്ലിങ്ങൾക്കെതിരായ യുദ്ധപ്രഖ്യാപനമാണെങ്കിൽ ഈ ഒവൈസിക്കൊക്കെ സ്വാധീനമുള്ള ആന്ധ്രയിലോ തെലങ്കാനയിലോ ഒക്കെ ബ്രേക്ക് വെക്കേണ്ടതല്ലേ വെള്ളിയാഴ്ച? ഇല്ലല്ലോ. ഒവൈസി വിചാരിച്ചിട്ട് നടന്നിട്ടില്ല, മുസ്ലിം തീവ്രവാദിയായിട്ടുള്ള. അപ്പോൾ സാദുള്ള ആയിരുന്നു അവിടുത്തെ ആദ്യത്തെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. 1937 മുതൽ 1946 വരെ സാദുള്ള അവിടെ ആ സ്ഥാനത്ത് ഉണ്ടായിരുന്നു. ഈ വെള്ളിയാഴ്ചകളിൽ രാവിലെ 11 മണിക്ക് നിയമസഭ നിർത്തിവെക്കും. ചർച്ച ഭയങ്കര ശോഭകരവും പ്രക്ഷുബ്ധവുമൊക്കെ ആയാലും 11 എന്ന് പറഞ്ഞൊരു സമയമുണ്ടെങ്കിൽ ആ സമയത്ത് നിയമസഭ പിരിയും. എല്ലാവരും പിരിയണം, ഹിന്ദുക്കളും പിരിയണം. ഹിന്ദുക്കളാണല്ലോ ഭൂരിപക്ഷം, അവരും പിരിയണം. അത് കഴിഞ്ഞ് ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും എല്ലാവരും നമസ്കരിക്കാൻ പോയ മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം കൂടി വീണ്ടും വരും, വീണ്ടും ചർച്ച വെള്ളിയാഴ്ച തുടങ്ങുക. അപ്പോൾ 2017 തന്നെ BJP MLA-മാർ ഇങ്ങനൊരു നിർദ്ദേശം അസമിൽ വെച്ചിരുന്നു. അതാണിപ്പോൾ നടപ്പാക്കി വന്നിരിക്കുന്നത്. സാർ, ഈ കേരളത്തിൽ സാറ് നിയമസഭയിലൊക്കെ കുറേ നാൾ റിപ്പോർട്ട് ചെയ്തതല്ലേ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണഘടനയിൽ കേരളം ഉണ്ടല്ലോ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതേ സെയിം തന്നെയാണ്. ഈ പരീക്ഷയൊക്കെ നടക്കുമ്പോൾ ഭരണഘടനയിൽ കേരളം ഉണ്ടോന്നോ? ഇന്ത്യയിൽ കേരളം ഉണ്ട്. കാരണം ഈ സ്കൂളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഉച്ചയ്ക്ക് പരീക്ഷയൊക്കെ 2 മണിക്ക് വെക്കും, ഇവർക്ക് നിസ്കരിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട്. ഈ നിയമസഭയിൽ അങ്ങനെ വല്ല മാറ്റവും, കേരളത്തെ നിയമസഭയിൽ അങ്ങനെ വല്ല മാറ്റവും വരാൻ സാധ്യതയുണ്ട്? കേരളത്തിൽ നിയമസഭ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വെള്ളിയാഴ്ച അവരുടെ സൗകര്യം. കേരളത്തിലാണ് ഒരുമാതിരി തട്ടിപ്പുകളൊക്കെ ആദ്യം നടക്കുന്നത്. കാരണം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം സംവരണം എന്ന് പറഞ്ഞൊരെണ്ണം ഭരണഘടനയിൽ വിഭാവനം ചെയ്തിട്ടില്ല. ഹിന്ദുക്കൾക്കിടയിലെ SC/ST ഇല്ലേ, പട്ടികജാതി വിഭാഗം, അവർക്കാണ് സംവരണം. കാരണം അവർ അല്ലാതെ മുഖ്യധാരയിലേക്ക് വരില്ല. മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ സംവരണമുണ്ട്. അതിൻ്റെ അകത്തും പ്രമാണിമാരും പണക്കാരും ഒക്കെ ധാരാളം ഇല്ലേ, അവർക്കും ഒക്കെ സംവരണമുണ്ട്. ഇവിടെ അതിൻ്റെ ആവശ്യമുണ്ടോ? ക്രീമി ലെയർ അതിൻ്റെ അകത്തും ഉണ്ട്. ബാക്കിയുള്ളവരിൽ നിന്ന് ക്രീമി ലെയർ ഒഴിവാക്കുന്നില്ലേ? അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഇവിടെ PSCയിൽ 12% സംവരണം ഉണ്ട്. ഇത് രാജ്യത്ത് ഒരിടത്തും ഇല്ല. ആന്ധ്രയിൽ കോൺഗ്രസ് ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് OBC-കളുടെ സംവരണം കുറച്ചിട്ട് 5% മുസ്ലിങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തിയപ്പോൾ അത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു. കാരണം ഭരണഘടനയിൽ ഇല്ലല്ലോ ഇങ്ങനൊരു സംവരണം.
പിന്നെ സുപ്രീം കോടതി പരിധി വെച്ചിട്ടുണ്ട് 50% കൂടാൻ പാടില്ല സംവരണം, മതപരമായ സംവരണം പാടില്ല. അപ്പോൾ ഹൈക്കോടതി അത് അവിടെ എടുത്ത് കളഞ്ഞു, അവിടെ അങ്ങനെ നടപ്പാക്കിയത്. കോൺഗ്രസ് വിചാരിച്ചത് അവിടെ രക്ഷപ്പെട്ട് കിട്ടിയാൽ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കാമെന്നാണ് കരുതിയത്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ കിടപ്പുണ്ട് അതിൻ്റെ അപ്പീല്. പക്ഷെ കേരളത്തിൽ നേരത്തെ നടപ്പാക്കിയതാണിത്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ മുസ്ലിങ്ങൾക്ക് സംവരണം. അപ്പോൾ ഇവിടെ വെള്ളിയാഴ്ച നിയമസഭയിൽ സ്വകാര്യ ബില്ലുകളുടെ ദിവസമാണ്. സ്വകാര്യ ബില്ലുകൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു MLA അദ്ദേഹത്തിന് തോന്നുന്ന എന്തെങ്കിലും ആശയം, അതിൻ്റെ അകത്ത് നിയമനിർമ്മാണവും നടക്കുന്നില്ല, നിയമസഭ ചർച്ചയും നടക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ മുകളിൽ അയാൾക്ക് വേണ്ട അഭിപ്രായങ്ങളൊക്കെ അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കുന്ന ദിവസമായിട്ടാണ് വെള്ളിയാഴ്ച. അപ്പോൾ ഇവർക്ക് മുസ്ലിം MLA-മാർക്ക് എന്തും ആ സമയത്ത് അവിടെ പ്രസൻ്റ് ആയിരിക്കേണ്ട കാര്യമില്ല. ഒരു സ്വകാര്യ ഒരു MLA വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ നിർദ്ദേശം വെച്ചിട്ട് പോകുന്നു, അത് നടപ്പാക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല കേട്ടോ. ഒരു സ്വകാര്യ ബില്ലും നിയമനിർമ്മാണം നടത്തിയിട്ടില്ല, നടത്തുന്ന പ്രശ്നവും ഇല്ല. അപ്പോൾ ഈ കന്നി MLA-മാർക്കൊക്കെ നിയമസഭാ നടപടികളിലൊക്കെ പരിചയം വരാനും ഒക്കെ ആയിട്ടേ ചെയ്യാവുന്ന പരിപാടിയൊക്കെ ആയിട്ടാണ് സ്വകാര്യ ഈ ബില്ലുകളൊക്കെ വരിക. വലിയ നിർദ്ദേശങ്ങളോ അങ്ങനെ സ്ഫോടനാത്മകമായ നിർദ്ദേശങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇങ്ങനെ ഇവിടെ മൊത്തത്തിൽ മുസ്ലിങ്ങൾക്ക് അവധിയെടുക്കാവുന്ന വിധത്തിൽ ആണ് ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ച നിയമസഭയിൽ സ്വകാര്യ ബില്ലുകളുടെ അവതരണമായിട്ടാണ് വെച്ചിരുന്നത്. അതിൽ മാറ്റം വരാൻ പോകുന്നില്ല, അതങ്ങനെ തന്നെ തുടരുമല്ലോ. അതെല്ലാവരും കൂടി ആലോചിച്ച് ചെയ്യുന്നതാണല്ലോ. കാരണം അസമിനേക്കാൾ കഷ്ടമാണ് ഇവിടുത്തെ കാര്യം എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഈ കാര്യത്തിൽ ഇവിടെയും അതൊരു ശക്തമായ ലോബിയാണല്ലോ, മതം എന്നുള്ള നിലയ്ക്ക് ആണ്. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് ചെയ്തത്. അസമിൽ ബ്രേക്ക് മാത്രമാണ് 11 മണിക്ക് വെച്ചത്. ഇവിടെ ദിവസം മൊത്തത്തിൽ ഏതാണ്ട് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് വെള്ളിയാഴ്ച. അപ്പോൾ അസം ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹൈദരാബാദൊക്കെ നേരത്തെ നൈസാമിൻ്റെയൊക്കെ സ്ഥലമല്ലേ, ജൂനഗഡ്, ഇങ്ങനെ പല സ്ഥലങ്ങളും, ബീജാപ്പൂർ, ഇതൊക്കെയുള്ള സംസ്ഥാനങ്ങളൊക്കെ പലതും ഇല്ല ഇവിടെ. ഗുജറാത്ത്, ആന്ധ്ര, തെലങ്കാന, മുസ്ലിങ്ങൾ ഭരിച്ചിരുന്ന സ്ഥലങ്ങളുമൊക്കെ ഇല്ലേ. ആർക്കോട്ട്, തമിഴ്നാട് ഇല്ലേ, നവാബുമാരും ഒക്കെ ഉണ്ടായിരുന്നു. റാംപൂർ, ഉത്തർപ്രദേശ്, ഈ സംസ്ഥാനങ്ങളിലൊന്നും ഇല്ല. നിയമസഭയൊക്കെ തുടർച്ചയായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ അസമിൽ മാത്രം എന്താണ് ഈ പ്രീണനം? ഇതൊരു പ്രീണനമാണ്, മുസ്ലിം പ്രീണനം. ഒരു മുസ്ലിം പ്രധാനമന്ത്രിയായിരുന്നു, അപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ആൾ കൊണ്ടുവന്ന, അദ്ദേഹത്തിൻ്റെ മതത്തിന് വേണ്ടി കൊണ്ടുവന്ന വിവേചനാപരമായ ഒരു നടപടിയായിരുന്നു ഇത്. അത് ഇത്രയും വൈകിയത് ഇന്ത്യയിലൊരു പ്രശ്നം ഇതാണ്, ഒരുപാട് കാലം വൈകും. നമ്മൾ ബജറ്റ് അവതരിപ്പിച്ചിരുന്നത് മുമ്പ് വൈകുന്നേരമായിരുന്നല്ലോ, 4 മണിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടനിൽ പകലായിരിക്കുമല്ലോ, മുമ്പ് കോളനി ആയിരുന്നില്ലേ. ബ്രിട്ടനിൽ രാവിലെ ആയിരിക്കുമ്പോൾ അവിടുത്തെ സായിപ്പിന് ഈ ബജറ്റ് നിർദ്ദേശം എന്താണെന്നൊക്കെ അറിയണ്ടേ. അതുകൊണ്ടായിരുന്നു ഇന്ത്യയിൽ അത് എത്ര കൊല്ലം നമ്മൾ തുടർന്നു. BJP സർക്കാർ വന്ന ശേഷമല്ലേ മാറ്റി രാവിലെ ആക്കിയിരിക്കുന്നത്. നമുക്ക് ഈ അവശിഷ്ടമൊക്കെ ചുമക്കാനായിട്ട് വലിയ താല്പര്യമാണ്. എത്ര സ്ഥലങ്ങളുടെ പേരുകളാണ്, ഈ മുഗൾ പേരുകളും ഇല്ലേ, ഒരുപാട് സ്ഥലങ്ങളുടെ പേരുകൾ, ബ്രിട്ടീഷ് പേരുകൾ, എത്ര റോഡുകളുടെ പേരുകളാണ് ഇല്ലേ. പിന്നെ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഈ മുഖ്യ പൂജാരി അയോധ്യയിലെ മരിച്ചല്ലോ അടുത്ത കാലത്ത്. അപ്പോൾ അദ്ദേഹം മരിച്ചത് ഏത് ആശുപത്രിയിലാണ്? സഞ്ജയ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ലക്നൗവിൽ. സഞ്ജയ് ഗാന്ധിയുടെ പേരിൽ ഇത് ഇപ്പോഴും ഒരു വലിയ ആശുപത്രി യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന യു പിയിലിരിക്കുന്നു. വല്ല ആവശ്യമുണ്ടോ? ഇവിടുത്തെ ജനാധിപത്യം മുഴുവൻ അടിയന്തരാവസ്ഥ അലങ്കോലമാക്കിയ ഒരു വൃത്തികെട്ട ജന്തുവിൻ്റെ പേരിൽ ഒരു ആശുപത്രി. ഇതൊക്കെ നമ്മൾ ആലോചിച്ച് മാറ്റേണ്ടതല്ലേ. അപ്പോൾ അതുപോലെ ഒരു മാതൃക അസമിൽ സംഭവിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.